ഈ മന്ദന രാജവംശത്തിന്റെ കൊട്ടാരമൊക്കെ ഇപ്പോൾ എരുവിശിൽ ഉണ്ടല്ലോ, അതിൻ്റെ അവശേഷം ഉണ്ട്. ആ സ്ഥലവും കാര്യങ്ങളുണ്ട് പുഴേൻ്റെ അപ്പുറം. അപ്പോൾ അതിന്റെ അല്ല പിന്നെ ഒരു വാളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഉണ്ട്. കഴിഞ്ഞ ദിവസം എരുവിശിലുള്ള ഒരാൾ എനിക്ക് അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു. അവർ എത്ര വർഷം മുമ്പാണ് അവിടുന്ന് വിട്ടു പോകുന്നത്? മന്ദന രാജവംശം അവിടുന്ന് ഒഴിവായി പോകുന്നത്? അത് ലാസ്റ്റ് കേരളത്തിൽ നിന്നവരാണ്. ഏകദേശം ഒരു 300 കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പം ഈ വാളൊക്കെ 300 കൊല്ലം മുമ്പത്തെ വാള കിടക്കുന്നത് ശത്രുക്കളുണ്ടായി. അജാനുഭാവമാണ് വെള്ളം കാര്യങ്ങൾ എല്ലാ അഭ്യാസവും. നിശ്ചാടനം വരുമ്പം ഇയാളെ പട്ടുപോയി തട്ടുന്നതിൻ്റെ അത് നമ്മൾ ഒരു പങ്ക് വഹിച്ചു. ഈ 300 വർഷം മുമ്പ് ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഇതിലെ വന്നായിരുന്നോ? ടിപ്പു സുൽത്താൻ ഇതിൻ്റെ കൂടെ പോയോണ്ടായാലും വീട്ടിലെ ഒരുവിധം ക്ഷേത്രമെല്ലാം പോയിന്. ടിപ്പു സുൽത്താൻ എൻ്റെ പേരും വന്നിട്ട് ആർന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ലേ വീട്ടിലെ അമ്പലങ്ങളിലും പുറത്ത്. ഇങ്ങോട്ടും നമ്മുടെ മനക്കൊന്നും പറ്റിയിട്ടില്ല, അങ്ങോട്ട് കയറിയിട്ടില്ല. വീട്ടിലോട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഏത് ക്ഷേത്രത്തിലും നിങ്ങൾ ആ മഹാദേവ ക്ഷേത്രത്തിലും ഈ ഭാഗത്തെല്ലാം പോയത് മലബാർ ദേശം പോയത് ഹൈദരാബാദ് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ. ആ സമയത്തും ഈ മന ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ടിപ്പു സുൽത്താൻ്റെ ഒരു 400 കൊല്ലം ആയിട്ടുണ്ടാവില്ല. ടിപ്പു സുൽത്താൻ വന്നിട്ട് 1700 ഇങ്ങോട്ട് വരുന്നത്. അതായത് 250 വർഷം മുമ്പാണ് ടിപ്പു സുൽത്താൻ ഇതിലെ വന്നത്. അന്നേരം ഇതാണ്ടേ. ഇതിനിപ്പോൾ എത്ര വർഷം കൊണ്ട്? 200 വർഷം. 250. അപ്പോൾ ഇത് പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ടിപ്പു സുൽത്താൻ വന്നത്. എള്ളരിഞ്ഞ് വഴിക്ക് വന്നായിരുന്നോ? അവർ സൈന്യങ്ങൾ വന്നിട്ടുണ്ട്. പയ്യാവൂർ അമ്പലവുമായിട്ട് ഒന്നുമില്ല. നമുക്ക് വേറെ കുറച്ച് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും അമ്പലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ പല സ്ഥലത്തും ആൾതാമസം ഇല്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ അമ്പലങ്ങൾ കാണാം വർഷങ്ങൾ പഴക്കമുള്ളൂ? അത് ഓരോ വിങ്ങിൽ ഇപ്പം ഏലേശി, പിന്നെ പയ്യാവൂർ, വെള്ളരി, കായലി, ചോലി, ചേടിച്ചേരി, പുളിമ്പുടാവ്, ഈ നെടുവാതൂർ, പിന്നെ കടമ്പ്, ഇതെല്ലാം പ്രധാനപ്പെട്ട കായസന്മാരാക്കും. ഇപ്പം മാനേജർ സബായിട്ട് അവരാണ് ഓരോ ക്ഷേത്രത്തിനും മാനേജർമാർ. ഓരോരുത്തരുടെ കീഴിലും 5-10 ആൾക്കാരുണ്ട്. അവരാണ് പാട്ടവും നെല്ലും പണമെല്ലാം ഈ ഭാരം പാട്ടെല്ലാം വിൽക്കും. ഇപ്പം കുന്നത്തൂർ മാത്രമാണോ നിങ്ങളുടെ ഉടമസ്ഥയിലുള്ളത്? അല്ല 10-20 ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും പ്രശസ്തി ആർജിച്ച ഉത്സവം കുന്നത്തൂർ ഉത്സവമാണ്. ഡിസംബർ 17 മുതൽ ജനുവരി 15 വയനാടാണ് കുന്നത്തൂർ ഉത്സവം നടക്കുന്നത്. പയ്യാവൂർ ഉത്സവം പോലെ തന്നെ പ്രശസ്തമായ കണ്ണൂർ ജില്ലയിലെ ഒരു ഉത്സവമാണ് കുന്നത്തൂർ പാടി ഉത്സവം എന്ന് പറയുന്നത്. ആ കുന്നത്തൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ കുഞ്ഞിരാമൻ നായർ, ഈ മഹനീയ വ്യക്തിത്വം. കുഞ്ഞിരാമേട്ടൻ്റെ മക്കളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു? 2 മക്കളാണ്, പെൺമക്കളാണ്. ഒരാൾ കരുവള്ളൂർ സീമാവുണ്ട്. ഓളെ ഭർത്താവ് LCC സൂപ്രണ്ടിങ്ങറാണ് കണ്ണൂർ. ഓളെ മൂത്ത മോള് IT, പിന്നെ ഇപ്പം ജൂലൈ 13 ജോലി പ്രവേശിച്ചു. നല്ല ജോലിയാണ്. ചങ്ങനാശ്ശേരി ആണ് ഓരോ പഠിച്ചത്, ക്രിസ്ത്യൻ മാനേജ്മെൻ്റ്. അന്ന് കുടിയേറി വന്ന കുടിയേറ്റക്കാരെങ്കിലും ഒക്കെ ആയിട്ട് കൂട്ടർ ബന്ധമുണ്ടോ? ഉണ്ട്. എല്ലാ പ്രവൃത്തിയും ഈ 3 ലക്ഷം ഏക്കറിലെ ഒട്ടുമിക്ക കൂട്ടർക്ക് തന്നെ അറിയാം. ഞങ്ങളുടെ അങ്ങോട്ട് ചെമ്പേരി, നെല്ലിക്കുറ്റി, അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങോട്ട് ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും ഇത് ആരാന്നോ? പുതിയ പഴയ തലമുറക്കല്ല കണ്ടാലേ എപ്പോഴും അവരെന്നെ കണ്ടാലും അടുത്ത് വന്നില്ല കൈകാര്യം പോയി. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ ചരിത്രം കുഞ്ഞിരാമേട്ടൻ പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ട് 1935-30കളിൽ മദ്രാസിൽ ഇവർ കേസിൻ്റെ ഭാഗമായി പോയി ട്രെയിനിൽ മടങ്ങി വരുമ്പോൾ ഒരു വൈദികനെ ട്രെയിനിൽ വെച്ച് കാണാനിടയാവും. വൈദികൻ ഇവരോട് മലബാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് താമസിക്കാനുള്ള കുറച്ച് സ്ഥലം ലഭിക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് തിരുവിതാംകൂറിൽ നിന്നെത്തിയ കോട്ടയം രൂപതയിൽപ്പെട്ട ആൾക്കാർ, ഇപ്പം ഞാനിരിക്കുന്ന ഈ മനയുടെ പിൻഭാഗത്താണ് ഇരുട്, മടമ്പം തുടങ്ങിയ സ്ഥലങ്ങൾ. മടമ്പം മുതൽ ഇരുട് വരെ, ഇരുട് വരെ 1000 ഏക്കർ സ്ഥലമാണ് 5 രൂപ ഏക്കറിന് നിശ്ചയിച്ചുകൊണ്ട് അന്ന് കൊടുത്ത് കുടിയേറ്റത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. അതിനുശേഷം ഒരു കുത്തൊഴുക്കായിരുന്നു. ഏറെക്കുറെ
69 69 75 വരെയൊക്കെ കുടിയേറ്റം മേടിച്ച ആൾക്കാരൊക്കെ മറിച്ചു കൊടുത്തു, മാറ്റി അങ്ങനെയൊക്കെയുള്ള കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇന്ന് ഒരു കുടിയിറക്കമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാം പുതിയ തലമുറക്കാർ ഇവിടെ നിന്നും ഈ മണ്ണ് വിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലാം കുടിയേറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വയസ്സന്മാരുടെ ഒരു ഹബ്ബായി ഈ കുടിയേറ്റ മേഖല അവശേഷിച്ച് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ചരിത്രം നിങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് വന്നു, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, ആരാണ് ഇവിടെ താമസിക്കാനുള്ള മണ്ണ് തന്നത്, എന്നെപ്പോലെ തന്നെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അവർക്കെല്ലാം വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കരക്കായിൽ വരുവാനും എൻ്റെ വെല്ലിച്ചാച്ചനൊക്കെ 1948, 49, 50 സമയത്ത് എൻ്റെ അമ്മയുടെ ചാച്ചൻ ചന്ദനക്കാമ്പറയിൽ നിന്നെല്ലാം ഇവിടെ നടന്ന് വന്ന കഥകളെല്ലാം ഞാൻ എൻ്റെ വല്യമ്മയുടെ എല്ലാം മടിയിൽ കിടന്ന് ഞാൻ ഒരു കാലത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട കഥകളെല്ലാം എൻ്റെ മനസ്സിൽ വളർത്തി വലുതാക്കിയാണ്. അതുപോലെ ഒന്നായിരുന്നു പയ്യാവൂർ അമ്പലത്തിൻ്റെ കൊടകരുടെ വരവും കോമരത്തച്ഛൻ്റെ പൂക്കും എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നൊരു കഥയായിരുന്നു. അത് ഞാൻ നേരിട്ട് പോയി മനസ്സിലാക്കി. അങ്ങനെ ഇത് എനിക്ക് മനസ്സിലാക്കുന്നതിനും ഞാൻ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇതേ ചരിത്രങ്ങൾ അറിയുവാനും ഈ മന കാണുവാനും ആഗ്രഹമുള്ളവർക്ക്, അതും സാധിക്കാത്തവർക്ക് ഞാൻ നേരിട്ട് വന്ന് ഇപ്പോഴത്തെ ഈ മനയുടെ അനന്തരാവകാശിയായ കുഞ്ഞിരാമേട്ടനിൽ നിന്നും വിവരങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ നാടിൻ്റെ ഈ കുടിയേറ്റത്തിൻ്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് സമയം കിട്ടിയത് അങ്ങനെയാണ്. ഇതൊക്കെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വരുവാൻ സാധിക്കുമോ, ജന്മി, മന, ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയില്ല. ഞാനൊക്കെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, അന്തരീക്ഷത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ്. കയറി വരുമ്പോഴുള്ള നിയമങ്ങൾ, നിബന്ധനകൾ, ചട്ടക്കൂടുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജുവിനോടൊപ്പം ഇന്ന് ഇവിടെ വരുവാനും ഈ ജന്മിയുടെ ഈ മന കാണുവാനും 300ഉം 250ഉം വർഷം പഴക്കമുള്ള മനകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നാ സമയത്ത് കുടിയേറ്റം എന്നൊരു ചിന്ത പോലും തിരുവിതാംകൂറിലുള്ള ആൾക്കാരുടെ മനസ്സിലോട്ട് വന്നിട്ടില്ല. അതെല്ലാം യാഥാർത്ഥ്യമാക്കി കൊടുത്ത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മണ്ണിൽ ജീവിച്ചിരുന്ന നായനാർ കുടുംബത്തിലെ ഈ കുഞ്ഞിരാമേട്ടൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. എന്നും മലബാർ കുടിയേറ്റത്തിൽ ഇവരുടെ സ്ഥാനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇവരുടെ പേര് എന്നും സ്ഥായിയായി തന്നെ ലോകം അവസാനിച്ചാലും ഇവരുടെ പേരുകളെല്ലാം നിലനിൽക്കും എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും